Hi friends, welcome back to Direction E-Learning YouTube channel. എൻ്റെ പേര് ആശിഷ് മാത്യു. ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻസ് അല്ലേ, ഓക്കെ, അത് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പം അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പോകും കേട്ടോ. ഇക്വേഷനിൽ ഏതൊക്കെ സയൻസ് വന്നാൽ റൂട്ടിലെ സയൻസ് എങ്ങനെയാണ് വരുന്നതെന്നുണ്ട് അല്ലേ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. അത് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. എക്സാമിന് നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എന്താ നോക്കേണ്ടത്, ആദ്യത്തെ ഇക്വേഷനിൽ പ്രോഡക്റ്റ് 24 സം 2 ആയിരിക്കണം. ഓക്കെ, പോസിബിൾ കേസസ് എന്താണ്, ഇവിടെ മൈനസ് മൈനസ് ആണ് ഇക്വേഷനിൽ. അപ്പോൾ നമ്മുടെ റൂട്ട്സിന് എങ്ങനെയായിരിക്കും വരുന്നത്, മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് അല്ലേ. ഏതൊക്കെ പോസിബിൾ കേസസ് 6ഉം 4ഉം ആയിരിക്കും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് 6ഉം നെഗറ്റീവ് 4ഉം ആയിരിക്കും അല്ലേ. അടുത്ത ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ സമ്മ് അല്ല പ്രോഡക്റ്റ് 14 സം 3. ഓക്കെ, 8 5s അല്ലേ. ഇവിടെ പ്ലസ് മൈനസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തായിരിക്കും വരുന്നത് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പം 8 5 ആണ്. അപ്പോൾ ഇവിടെ 8ഉം 5. ഇനി കമ്പയർ ചെയ്ത് നോക്കിയേ, 6 മൈനസ് 8നേക്കാൾ വലുത്, പ്ലസ് 5നേക്കാളും വലുത്, മൈനസ് 4 മൈനസ് 8നേക്കാളും വലുത്, പക്ഷേ 5നേക്കാളും ചെറുതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും, cannot be determined അല്ലേ. ഫിഫ്ത്ത് ഓപ്ഷനാണ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഇവിടെ മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 2 റൂട്ട്സും പോസിറ്റീവ്, സെക്കൻഡ് കേസിൽ 2 റൂട്ട്സും നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴേ അറിയാമല്ലോ, 2 റൂട്ട്സ് ഇവിടെ മേളിൽ 2 പോസിറ്റീവും താഴെ 2 നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ ആൻസർ എന്തായിരിക്കും, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, പ്രോഡക്റ്റ് 143ഉം നമ്മുടെ സം 24 ആയിരിക്കും. ഓക്കെ, പോസിബിൾ കേസസ് ചെയ്താൽ 13ഉം ഇല്ല അല്ലേ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് 132, നമ്മുടെ സം 23. ഓക്കെ, ഇതായിരിക്കും 12ഉം. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കി, 13 ഈ 2 ടേംസിനേക്കാളും വലുതാണ്. ഓക്കെ, 11ഉം ഈ 2 ടേംസിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ്, പ്ലസ് പ്ലസ് ആണ് 2 സ്ഥലത്തും അല്ലേ. റൂട്ട്സ് 2ഉം മൈനസ് 11. ഇവിടെ എത്ര വരുന്നത്, പ്രോഡക്റ്റ് 6 വരണം, സം 5 വരണം. ഓക്കെ, പോസിബിൾ കേസസ് ഏതാണ്, 6 3 2. ഓക്കെ, ഇവിടെ എത്ര, പ്രോഡക്റ്റ് 15ഉം സം 8. ഓക്കെ, 5ഉം 3. ഓക്കെ, ഇവിടെ എന്താണ്, പക്ഷേ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് 1നേക്കാളും കൂടണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 6 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇവിടെ 15 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ റൂട്ട്സ് എന്തൊക്കെയായിട്ട് മാറി, ഇവിടെ 1/2 മൈനസ് 0.5. ഓക്കെ, ഇവിടെ എത്ര വരുന്നത്, മൈനസ് 1/3 എന്ന് പറയുമ്പോൾ മൈനസ് 0.33. ഓക്കെ, ഇവിടെ 1/3 മൈനസ് 0.33. ഇവിടെ എത്ര വരുന്നത്, 1/5. 1/5 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, മൈനസ് 0. ഓക്കെ, കമ്പയർ ചെയ്യാമല്ലോ, മൈനസ് 0.5 ഈ 2 നമ്പേഴ്സിനേക്കാളും ചെറുതാണ്, മൈനസ് 0.33 ഈ നമ്പറുമായിട്ട് ഈക്വലും ഈ നമ്പറിനേക്കാളും ചെറുതും. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഇതാണ്, എക്സ് സ്ക്വയർ അല്ലേ. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1നേക്കാളും വലുതാണെങ്കിൽ നമുക്ക് കിട്ടിയ റൂട്ട്സിനെ അത് വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് മറന്നുപോലെ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആ റൂട്ട്സ് അല്ല ഇക്വേഷൻസ് പറഞ്ഞു പോയത് അല്ലേ, ഇപ്പോൾ പോസിറ്റീവ് നമ്മുടെ ഇക്വേഷൻസ് 2ഉം പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട്സ് നെഗറ്റീവ് അല്ലേ, നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും ക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷനോട് കൺക്ലൂഡ് ചെയ്യാം. ദിസ് ഇസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.